ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യോശുവ അധ്യായം 21 ബൈബിൾ ക്വിസ്. എലിയാസറിന്റെയും യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ ആരാണ് വന്നത്? ലേവ്യരുടെ കുടുംബത്തലവന്മാർ. ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലെയാസറിന്റെയും യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്ന് എന്താണ് പറഞ്ഞത്? യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശെ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലെയാസറിന്റെയും യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ എവിടെയാണ് വന്നത്? കനാൻ ദേശത്തെ ശീലോവിൽ. ലേവ്യർക്ക് എന്ത് നൽകണമെന്ന് യഹോവ മോശയിലൂടെ കൽപ്പിച്ചിരുന്നു? പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും. യഹോവയുടെ കൽപ്പന പ്രകാരം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കൊടുത്തത് ആരാണ്? ഇസ്രായേൽ മക്കൾ. ആരുടെ കൽപ്പന പ്രകാരമാണ് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കൊടുത്തത്? യഹോവയുടെ കൽപ്പന പ്രകാരം. ലേവി ഗോത്രത്തിലെ പ്രധാന കുടുംബങ്ങൾ ഏതെല്ലാം? കെഹാത്ത്, ഗർശോൻ, മെരാരി. ആർക്കാണ് ആദ്യത്തെ നറുക്ക് വന്നത്? കെഹാത്യരുടെ കുടുംബങ്ങൾക്ക്. യഹൂദ, ശിമെയോൻ, ബെന്യാമീൻ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കിട്ടിയതാർക്കാണ്? ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക്. കെഹാത്തിന്റെ ശേഷ മക്കൾക്ക് ഏതെല്ലാം ഗോത്രത്തിൽ 10 പട്ടണം കിട്ടി? എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും. ഗർശോന്റെ മക്കൾക്ക് എത്ര പട്ടണങ്ങൾ കിട്ടി? 13. ഗർശോന്റെ മക്കൾക്ക് ഏതെല്ലാം ഗോത്രങ്ങളിൽ നിന്ന് പട്ടണങ്ങൾ കിട്ടി? ഇസാഖാർ, ആഷേർ, നഫ്താലി, മനശ്ശെയുടെ പാതി ഗോത്രം. ലേവ്യരിൽ ഏത് കുടുംബത്തിനാണ് രൂബേൻ, ഗാദ്, സെബൂലൂൺ എന്നീ പട്ടണങ്ങളിൽ നിന്ന് അവകാശം ലഭിച്ചത്? മെരാരി കുടുംബത്തിന്. മെരാരിയുടെ മക്കൾക്ക് എത്ര പട്ടണങ്ങൾ കിട്ടി? 12. ആരാണ് അവരുടെ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് നറുക്കുപ്രകാരം കൊടുത്തത്? ഇസ്രായേൽ മക്കൾ. മോശെ മുഖാന്തരം കൽപ്പിച്ചിരുന്നത് പോലെ ഇസ്രായേൽ മക്കൾ എന്തു ചെയ്തു? ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു.
യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമിയോൻ മക്കളുടെ ഗോത്രത്തിലും പട്ടണങ്ങളെ കൊടുത്തപ്പോൾ അവ കിട്ടിയതാർക്ക്? ലേവ്യ മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക്. ഒന്നാമത്തെ നറുക്ക് വന്നതാർക്ക്? ലേവ്യ മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക്. യഹൂദ മലനാട്ടിൽ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണം ഏത്? ഹെബ്രോൻ. ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക് യഹൂദ മലനാട്ടിൽ എന്തെല്ലാം കൊടുത്തു? ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും. യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തതെന്ത്? ഹെബ്രോൻ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും. ഹെബ്രോന്റെ വിശേഷത എന്ത്? സങ്കേത നഗരങ്ങളിൽ ഒന്ന്. യഹൂദ ഗോത്രത്തിൽ നിന്നും ശിമിയോൻ ഗോത്രത്തിൽ നിന്നും അഹരോന്റെ മക്കൾക്ക് എന്തെല്ലാം പുൽപ്പുറങ്ങൾ കിട്ടി? ഹെബ്രോൻ, ലിബ്ന, യതീർ, എസ്തെമോവ, ഹോലോൻ, ദെബീർ, ഐൻ, യൂത്ത, ബെത് ഷെമേഷ്. യഹൂദ ഗോത്രത്തിൽ നിന്നും ശിമിയോൻ ഗോത്രത്തിൽ നിന്നും അഹരോന്റെ മക്കൾക്ക് എത്ര പട്ടണങ്ങളുടെ പുൽപ്പുറങ്ങൾ ലഭിച്ചു? 9. അഹരോന്റെ മക്കൾക്ക് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് കിട്ടിയ പട്ടണങ്ങൾ ഏവ? ഗിബെയോനും ഗേബയും അനാഥോത്തും അൽമോനും. അഹരോന്റെ മക്കൾക്ക് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് എത്ര പട്ടണങ്ങൾ കിട്ടി? 4 പട്ടണങ്ങൾ. അഹരോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി എത്ര പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി? 13 പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും. പുരോഹിതരല്ലാത്ത കെഹാത്തിന്റെ മക്കളെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? കെഹാത്തിന്റെ ശേഷം മക്കൾ. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് നറുക്കുപ്രകാരം എഫ്രൈം ഗോത്രത്തിൽ കിട്ടിയ പട്ടണങ്ങൾ ഏതെല്ലാമായിരുന്നു? ശേഖെമും അതിന്റെ പുൽപ്പുറങ്ങളും, ഗേസേരും അതിന്റെ പുൽപ്പുറങ്ങളും, കിബ്സയും അതിന്റെ പുൽപ്പുറങ്ങളും, ബെത് ഹോരോനും അതിന്റെ പുൽപ്പുറങ്ങളും. ശേഖേമിന്റെ വിശേഷത എന്ത്? കുല ചെയ്തവന് സങ്കേത നഗരം. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് നറുക്കുപ്രകാരം മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ നിന്ന് ഏതെല്ലാം പട്ടണങ്ങൾ കൊടുത്തു? താനാക്കും അതിന്റെ പുൽപ്പുറങ്ങളും, ഗത്രിമ്മോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 2 പട്ടണം. കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി എത്ര പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി? 10 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബത്തിൽ ഗെർശോന്റെ മക്കൾക്ക് മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ ഏതെല്ലാം പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി?
ബാശാനിലെ ഗോലാനും അതിന്റെ പുൽപ്പുറങ്ങളും ബെയ്സ്തെരയും അതിന്റെ പുൽപ്പുറങ്ങളും. ലേവ്യരുടെ കുടുംബത്തിൽ ഗെർശോന്റെ മക്കൾക്ക് ഇസ്സാഖാർ ഗോത്രത്തിൽ ഏതെല്ലാം പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കീശോനും അതിന്റെ പുൽപ്പുറങ്ങളും, ദാബരത്തും അതിന്റെ പുൽപ്പുറങ്ങളും, യർമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും, എൻ ഗന്നീമും അതിന്റെ പുൽപ്പുറങ്ങളും. ലേവ്യരുടെ കുടുംബത്തിൽ ഗെർശോന്റെ മക്കൾക്ക് ആഷേർ ഗോത്രത്തിൽ ഏതെല്ലാം പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. മിശാലും അതിന്റെ പുൽപ്പുറങ്ങളും, അബ്ദോനും അതിന്റെ പുൽപ്പുറങ്ങളും, ഹെൽക്കത്തും അതിന്റെ പുൽപ്പുറങ്ങളും, രഹോബും അതിന്റെ പുൽപ്പുറങ്ങളും. ലേവ്യരുടെ കുടുംബത്തിൽ ഗെർശോന്റെ മക്കൾക്ക് നഫ്താലി ഗോത്രത്തിൽ ഏതെല്ലാം പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഗലീലയിലെ കേദേശും അതിന്റെ പുൽപ്പുറങ്ങളും, ഹമ്മോത്ത് ദോരും അതിന്റെ പുൽപ്പുറങ്ങളും, കർത്താനും അതിന്റെ പുൽപ്പുറങ്ങളും. ലേവ്യരുടെ കുടുംബത്തിൽ ഗെർശോന്റെ മക്കൾക്ക് നഫ്താലി ഗോത്രത്തിൽ ലഭിച്ച സങ്കേത നഗരമായ പട്ടണമേത്? ഗലീലയിലെ കേദേശ്. ലേവ്യരുടെ കുടുംബത്തിൽ ഗെർശോന്റെ മക്കൾക്ക് എത്ര പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി? 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരിൽ മൊരാരി കുടുംബങ്ങൾക്ക് സെബൂലൂൻ ഗോത്രത്തിൽ ഏതെല്ലാം പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി? അതിന്റെ പുൽപ്പുറങ്ങളും, കർത്തയും അതിന്റെ പുൽപ്പുറങ്ങളും, ദിബ്നിയും അതിന്റെ പുൽപ്പുറങ്ങളും, നാഹലാലും അതിന്റെ പുൽപ്പുറങ്ങളും. ഗാദ് ഗോത്രത്തിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ പട്ടണം ഏത്? ഗിലെയാദിലെ രാമോത്ത്. ലേവ്യരിൽ മൊരാരി കുടുംബങ്ങൾക്ക് ഗാദ് ഗോത്രത്തിൽ ഏതെല്ലാം പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി? ഗിലെയാദിലെ രാമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും, മഹനീയമും അതിന്റെ പുൽപ്പുറങ്ങളും, ഹെശ്ബോനും അതിന്റെ പുൽപ്പുറങ്ങളും, യസേരും അതിന്റെ പുൽപ്പുറങ്ങളും. മൊരാരിയർക്ക് നറുക്കുപ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി എത്രയായിരുന്നു? 12. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി എത്ര പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി? 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും. എവിടെ നിന്നായിരുന്നു ലേവ്യർക്ക് 48 പട്ടണങ്ങൾ കിട്ടിയത്? ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ നിന്ന്. ലേവ്യർക്ക് കിട്ടിയ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും എന്തുണ്ടായിരുന്നു? പുൽപ്പുറങ്ങൾ. ഇസ്രായേലിന് കൊടുക്കുമെന്ന് ആരോട് യഹോവ സത്യം ചെയ്ത ദേശമെല്ലാം അവർക്ക് കൊടുത്തു. യഹോവ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമല്ല. യഹോവ ഇസ്രായേലിന് കൊടുത്ത ദേശത്ത് ഇസ്രായേൽ എന്തു ചെയ്തു? അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരുന്നത് പോലെയൊക്കെയും യഹോവ അവർക്ക് ചുറ്റും എന്തു നൽകി?
സ്വസ്ഥത നൽകി. യഹോവ ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്താണ്? സകല ശത്രുക്കളെയും. യഹോവ ഇസ്രയേൽ ഗൃഹത്തോടെ അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ എന്തെല്ലാം നിവൃത്തിയായി? ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.